പരിണയം. ഉറക്കം വരാതെ ബെഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് ആരോഹി. വസുത വന്ന പാടെ തന്നെ കിടന്നതാണ്. അവർ ആ നേരം കൊണ്ട് ഉറങ്ങിയിരുന്നു. ആരോഹിക്ക് കവിളിന് വല്ലാത്ത നീറ്റലും പുകച്ചിലും തോന്നുന്നുണ്ടായിരുന്നു. പോരാത്തതിന് ഓരോരോ ആലോചനകളിൽ മുഴുകി ഉറക്കം പോലും വന്നവളെ തേടിയെത്തിയില്ല. അപ്പോഴാണ് തന്റെ ഫോണിലേക്ക് പെട്ടെന്ന് ഒരു കോൾ വന്ന് നിന്നത്. ഇതാരാ ഈ സമയത്ത് വിളിക്കുന്നത് എന്ന് പിറുപിറുത്തുകൊണ്ട് ആരോഹി ഫോൺ എടുത്തു നോക്കി. മുൻപൊരിക്കൽ അക്ഷിത വിളിച്ചിരുന്നത് കൊണ്ട് തന്നെ അവന്റെ നമ്പർ അവൾ സേവ് ചെയ്തിട്ടുണ്ട്. ഫോണിൽ അക്ഷയുടെ മിസ്ഡ് കോൾ കണ്ടതും ആരോഹിയുടെ മിഴികൾ ചുരുങ്ങി. ഏ, സാർ എന്തിനായിരിക്കും ഈ നേരത്തെ വിളിച്ചത്? ഇനിയിപ്പോ അവിടുത്തെ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാനാവുമോ? അതോ ഓഫീസിൽ എന്തെങ്കിലും കാര്യം ചോദിക്കാനായിരിക്കുമോ? അല്പനേരത്തെ ആലോചനകൾക്കൊടുവിൽ അക്ഷിതിനെ തിരികെ ഫോൺ വിളിക്കാൻ തന്നെ തീരുമാനിച്ചവൾ അക്ഷിതിന്റെ കയ്യിലിരുന്ന് ഫോൺ വൈബ്രേറ്റ് ചെയ്തു. അതിൽ ആരോഹി എന്ന് കണ്ടതും ഒരു നിമിഷം എടുക്കണോ വേണ്ടയോ എന്നൊന്ന് ശങ്കിച്ചു അവൻ. ഒടുക്കം ഫോൺ എടുത്ത് ചെവിയോട് ചേർത്ത് പിടിച്ചു അക്ഷിത്. എന്താ ആരോഹി വിളിച്ചത്? ഒട്ടും മയമില്ലാതെ തീരെ പരിക്കനായുള്ള അവന്റെ ശബ്ദം. അതുകൊള്ളാം. എന്റെ ഫോണിലേക്ക് സാറിന്റെ കോൾ വന്നത് കണ്ടിട്ടാണ് ഞാൻ തിരികെ വിളിച്ചത്. എന്റെ ഫോണിൽ നിന്ന് തനിക്ക് കോൾ വരാനോ? ഞാനതിന് ഈ സമയത്ത് ആരോഗ്യം വിളിച്ചില്ലല്ലോ. ചിലപ്പോൾ അറിയാതെ കൈതട്ടി വന്നതായിരിക്കും. ഓക്കെ സർ. അത്രയും പറഞ്ഞ ആരോഹി കോൾ കട്ട് ചെയ്യാൻ തുടങ്ങിയ സമയത്താണ് അക്ഷയുടെ ശബ്ദം വീണ്ടും അവളുടെ കാതിൽ പതിഞ്ഞത്. ആരോഹി ഓക്കെ അല്ലേ? അതെ സർ. ഞാൻ അവിടെ നിന്ന് മടങ്ങിയതിനു ശേഷം പിന്നീട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ആരെങ്കിലും തല്ലുകയോ മറ്റോ? പെട്ടെന്ന് ആ ചോദ്യം ചോദിച്ചതിന് ശേഷമാണ് അങ്ങനെ ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് അക്ഷത ചിന്തിച്ചത്. കുഴപ്പമൊന്നും ഉണ്ടായില്ല സർ. ശരി, ഞാൻ വെക്കുവാ. അത്രയും പറഞ്ഞുകൊണ്ട് ആരോഹി കോൾ കട്ട് ചെയ്തു. അക്ഷിത് കൈവിട്ട് നെറ്റിക്കിട്ടടിച്ചു. അവൾക്ക് മനസ്സിലായി കാണുമോ ആദ്യം താൻ വിളിച്ചിട്ട് മനഃപൂർവ്വം കട്ടാക്കിയതാവൂന്ന്? ആലോചനകളോടെ അക്ഷിത് ബെഡിലിരുന്നു. ആരോഹിയുടെ മനസ്സിലെ ചിന്തയും അതൊക്കെയായിരുന്നു. അറിയാതെ കൈതട്ടി കോൾ വന്നുവെന്ന് അക്ഷിത് പറഞ്ഞത് കള്ളമാണെന്ന് അവൾക്ക് ആദ്യം തന്നെ തോന്നിയിരുന്നു. നീ ഉറങ്ങുന്നില്ലേ? കുറെ നേരമായിട്ടും ആരോഹി ഉറങ്ങുന്നില്ലെന്ന് കണ്ടതും വസുത കിടന്ന കിടപ്പിൽ തന്നെ കണ്ണുപോലും തുറക്കാതെ ചോദിച്ചു. പെട്ടെന്നാണ് ആരോഹി വസുതയുടെ നേർക്ക് നോക്കിയത്. അമ്മ ഉറങ്ങിയില്ലായിരുന്നോ? ഇല്ല, എനിക്ക് ഉറക്കം വരുന്നില്ല അമ്മേ. മനസ്സിനൊരു സുഖമില്ലാത്ത പോലെ. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തിരികെ പോയാലോ? ഏറെ നാളുകൾക്ക് ശേഷമാണ് ആരോഹിയിൽ നിന്ന് അങ്ങനൊരു ചോദ്യം വസുതയെ തേടിയെത്തിയത്. മുൻപൊക്കെ 2 ദിവസം സ്വന്തം വീട്ടിൽ പോയി നിൽക്കാമെന്ന് വസുത പറഞ്ഞാൽ പോലും സമ്മതിക്കാതിരുന്നവൾ ഇന്നിപ്പോ അവളായിട്ട് തന്നെ പറയുന്നു. വസുതയ്ക്ക് മനസ്സിലായി അത്രത്തോളം ഈ വീടും ഇവിടുത്തെ സാഹചര്യങ്ങളും അവളുടെ മനസ്സിനെ മുറിവേൽപ്പിച്ച് കഴിഞ്ഞുവെന്ന്. നാളെ രാവിലെ ആവട്ടെ, അച്ഛനോട് സംസാരിച്ചിട്ട് പറ്റുമെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തന്നെ മാറാം. വസുത പറഞ്ഞപ്പോ തെല്ല ആശ്വാസത്തോടെ അവരുടെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് കിടന്നുകൊണ്ട് ആരോഹി കണ്ണുകൾ അടച്ചു. ഉറക്കം പതിയെ അവളുടെ ഇമകളെ പുൽകി. നിമി നേരത്തിനുള്ളിൽ തന്നെ അവൾ ഗാഠമായ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പിറ്റേന്ന് രാവിലെ വസുത വിളിക്കുമ്പോഴാണ് ആരോഹി ഉറക്കമുണരുന്നത്. വല്ലാത്ത ക്ഷീണവും തളർച്ചയും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവൾ ഒരു ഗാഠമായ ഉറക്കത്തിലായിരുന്നു. ആരോഹി, എഴുന്നേക്ക്, നിനക്കൊന്ന് ജോലിക്ക് പോകേണ്ടതല്ലേ? വസുതയുടെ സ്വരം കാതിൽ പതിഞ്ഞതും അവൾ ഒന്ന് കുറുകിക്കൊണ്ട് വീണ്ടും കമിഴ്ന്നു കിടന്നു. മോളെ, ഇതെന്ത് കിടപ്പായി കിടക്കുന്നേ? എഴുന്നേക്ക്. വസുത പിന്നെയും കുലുക്കി വിളിച്ചപ്പോ മനസ്സില്ലാ മനസ്സോടെ പതിയെ കണ്ണും തിരുമ്മി അവൾ എഴുന്നേറ്റിരുന്നു. ഇത്ര പെട്ടെന്ന് നേരം വെളുത്തോമ്മേ? ഉറക്കച്ചടവിൽ അവൾ ചോദിച്ചു. പിന്നല്ലാതെ. സമയം എത്രയെന്നാ നിന്റെ വിചാരം? ദാ 7:30 കഴിഞ്ഞ് ഇപ്പൊ തന്നെ. വേഗം എഴുന്നേറ്റ് റെഡിയായി ആഹാരമൊക്കെ കഴിച്ചിട്ട് ജോലിക്ക് പോകാൻ നോക്ക്. വസ്തിയുടെ നാവിൽ നിന്നും 7:30 ആയെന്ന് മാത്രമേ ആരോഹി കേട്ടുള്ളൂ. പിന്നെ ഒരു വെപ്രാളമായിരുന്നു എല്ലാത്തിനും. വേഗം മേല് കഴുകി റെഡിയായി. ചെറിയ രീതിയില് ഗോൾഡൻ ബോർഡർ വരുന്ന ഒരു കരിമ്പച്ച കളർ സാരി എടുത്തുടുത്തവൾ ദേഹത്തോട് നന്നായി ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ആ സാരിയില് അവളുടെ അഴകളവുകൾ തെളിഞ്ഞു നിന്നു. കരിമ്പച്ച കളറ് അവളുടെ വെളുപ്പ് നിറം കൂടുതൽ എടുത്തറിയിച്ചു. പതിവിനു വിപരീതമായി മുടിയുടെ മുകൾ ഭാഗം ചെറുതായി ക്ലിപ്പിട്ട് ബാക്കി ഭാഗം മുഴുവനും അഴിച്ചിട്ടുകൊണ്ടാണ് അവൾ പോകാൻ തയ്യാറായി ഇറങ്ങിയത്. ഒരു വേള ആഹാരം കഴിച്ച് ജോലിക്ക് പോകാൻ തയ്യാറായി നിന്ന അർജുന്റെ മിഴികൾ അവളിൽ ഉടക്കി. അവൻ കണ്ണുകൾ കൊണ്ട് അവളെ കൊത്തി വലിച്ചു. സർപ്പ സൗന്ദര്യം! അർജുൻ മനസ്സിൽ ഉരുവിട്ടു.
അർജുനെ കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ ആരോഹി മുറ്റത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും അർജുനോളെ പിന്നിൽ നിന്ന് വിളിച്ചു. ആരോഹി. കൂർത്ത മിഴികളോടെ അർജുന നേർക്ക് നോട്ടമയച്ചവൾ. നീ എന്നോട് ക്ഷമിക്കണം. ഇന്നലെ ഇന്നലെ എങ്ങനെ പറ്റിപ്പോയി? ചെയ്ത തെറ്റിന് ന്യായീകരിക്കാൻ ശ്രമിക്കുമാണോ? ആരോഹി ശബ്ദത്തിൽ ദേഷ്യം കലർത്തി ചോദിച്ചു. ഒരിക്കലുമില്ല. പെട്ടെന്ന് നിന്നെ നിന്റെ ബോസിനൊപ്പം കണ്ടപ്പോ ബാക്കി കൂടി പറയേ. ആരോഹി ദേഷ്യത്തോടെ ചീറി. പോട്ടെ ആരോഹി, കഴിഞ്ഞതെല്ലാം നമുക്ക് മറക്കാം. അർജുൻ അവളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ എത്ര കാര്യങ്ങൾ നമ്മൾ മറന്നിരിക്കുന്നല്ലേ? പെട്ടെന്ന് ആരോഹി ചോദിച്ചതും ദേഷ്യത്തോടെ അർജുൻ അവളെ നോക്കി. മുൻപൊന്നും ഞാൻ ചെറിയ രീതിയിൽ ദേഷ്യപ്പെട്ടാൽ നിനക്കത് ഇത്ര വലിയ പ്രശ്നമായിരുന്നില്ല. ഇന്നലത്തെ സംഭവത്തെയാണോ ചെറിയ രീതിയിൽ ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞ് നിങ്ങൾ ചെറുതാക്കാൻ ശ്രമിക്കുന്നത്? എന്റെ ജോലിയുടെ ഭാഗമായി ഞാൻ താമസിച്ചു വന്നപ്പോൾ എന്നെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതാണോ ഇത്രയും ചെറിയ കാര്യം? അർജുന്റെ നേർക്ക് കൈ കെട്ടി നിന്നുകൊണ്ട് ആരോഹി ചോദിച്ചു. ഉത്തരമില്ലാതെ അർജുൻ നിന്ന അതേ സമയത്ത് തന്നെയായിരുന്നു അവരുടെ സംസാരം കേട്ടുകൊണ്ട് ഗായത്രി ഉമ്മറപ്പടിയിൽ നിന്നും മുറ്റത്തേക്ക് ഇറങ്ങി വന്നത്. നീ ആരാടി എന്റെ മോനെ ചോദ്യം ചെയ്യാൻ? ജോലിക്കെന്ന് പറഞ്ഞ് കണ്ടവന്റെ ഒപ്പം ലോകം മുഴുവൻ നിരങ്ങിയിട്ട് എന്റെ മോനത് ചോദ്യം ചെയ്യാമെന്നപ്പോ അവന്റെ മെക്കിട്ട് കയറാൻ നിന്നാലുണ്ടല്ലോ. ഗായത്രി താക്കീതിന്റെ സ്വരത്തിൽ പറഞ്ഞു. നിന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഗായത്രിയുടെ നേർക്ക് ശബ്ദത്തിൽ ചെറിയൊരു വ്യത്യാസം പോലും വരുത്താതെ ആരോഹി ചോദിച്ചപ്പോ ഇത്തവണ ഗായത്രി അല്പം പതറിപ്പോയി. കാര്യം അവരറിയുന്ന ആരോഹിയിൽ നിന്നും ഇങ്ങനെ ഒരു സംസാരമൊന്നും ഒരിക്കലും അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. കൊള്ളാലോ, നിനക്കങ്ങ് തണ്ട് കൂടിയല്ലോ ഇപ്പോ. സ്വന്തമായി 4 നക്കാപ്പിച്ച കാശിന് ജോലിക്ക് പോയി തുടങ്ങിയപ്പോ ഇങ്ങനാണെങ്കിൽ പോകെ പോകെ എന്തായിരിക്കും അവസ്ഥ? ഉമ്മറത്തെ ഉച്ചത്തിലുള്ള സംസാരം കേട്ടുകൊണ്ട് വസുതയും മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. എന്താ ചേച്ചി, എന്താ ഇവിടെ പ്രശ്നം? വസുധ ഗായത്രിയെ നോക്കി ചോദിച്ചു. പ്രശ്നം എന്താണെന്ന് നിന്റെ മോളോട് ചോദിച്ചു നോക്ക്. 10 പൈസ കയ്യിൽ വന്നപ്പോ അവൾ എന്നെയും എന്റെ മോനെയും കയറി ഭരിക്കാൻ വരുന്നു. ഞാൻ ആരെയും ഭരിക്കാനൊന്നും പോയില്ലമ്മേ. ഇവർ ചോദിച്ചതിനുള്ള മറുപടി ഇവർ ചോദിച്ച അതേ ഭാഷയിൽ പറഞ്ഞതേ ഉള്ളൂ. ഗായത്രിയുടെ കണ്ണിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് വസുധയ്ക്ക് മറുപടി കൊടുത്ത ആരോഹി. ആരോഹി, നീ സമയം കളയാതെ ജോലിക്ക് പോകാൻ നോക്ക്. ഗായത്രി പറഞ്ഞതും വസുധ പറഞ്ഞതും ഗായത്രിയും അർജുനെയും ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് ആരോഹി ജോലിക്ക് പോകാനായി മുന്നോട്ട് നടന്നു. അർജുനാണെങ്കിൽ ദേഷ്യത്തോടെ ഗായത്രിയെ നോക്കുന്നുണ്ടായിരുന്നു. എന്തിനാ എടുത്തി എന്റെ മകൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും കുറ്റവും കുറവും പറഞ്ഞ് നടക്കാൻ വരുന്നത്? 2 ദിവസമല്ലേ ആയുള്ളൂ അവൾ ആ ജോലിക്ക് കയറിയിട്ട്. സമാധാനമായി അവൾ ജോലിക്ക് പോയി വരട്ടെ. അത്രയും പറഞ്ഞുകൊണ്ട് വസുധ അകത്തേക്ക് പോയി. അർജുൻ ദേഷ്യത്തോടെ ഗായത്രിയെ നോക്കി ചീറിക്കൊണ്ട് അവർക്കടുത്തേക്ക് ചെന്നു. നിങ്ങളുടെ പ്രശ്നം എന്താ ശരിക്കും? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു അവളെ ഞാൻ എന്റെ വഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുവാണെന്ന്? അതിനിടെ നിങ്ങൾ കയറി ഇടപെടരുതെന്ന്. എടാ, അവള് നിന്റെ മുമ്പിൽ കിടന്നല്ലേടാ ഇത്രയും നാക്കിട്ടടിച്ചത്. എന്നിട്ട് നിനക്ക് നാണം ഉണ്ടോടാ അവളുടെ വാക്കും കേട്ട് മിണ്ടാതെ പഞ്ചപുച്ചോടക്കി നിൽക്കാന്? എന്റെ അമ്മേ, അവളെ എങ്ങനെയെങ്കിലും ഞാൻ എന്റെ വരുതിക്കൊന്ന് കൊണ്ടുവന്നോട്ടെ. അർജുൻ പറഞ്ഞു നിർത്തിയ അവസാന വാചകത്തിൽ ഗായത്രിക്ക് മനസ്സിലായി അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്തൊക്കെയോ പദ്ധതികളുണ്ടെന്ന്. ദേ നോക്കർജുൻ, എന്താണെങ്കിലും സൂക്ഷിച്ച് കാര്യം ചെയ്തോണം. അവസാനം അതിനെ ചൊല്ലി എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ തന്നെത്താൻ ഹാൻഡിൽ ചെയ്തോളം ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇറങ്ങി തിരിച്ചാ മതി നീ. മോന്റെ മനസ്സിലിരിപ്പൊന്നും എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല. തൽക്കാലം അമ്മയുടെ കാര്യം നോക്ക്. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അതും പറഞ്ഞുകൊണ്ട് അർജുൻ ആരോഹിക്ക് പിന്നാലെ കാറും എടുത്തു പോയി. അർജുൻ കാറിൽ ഇരുന്നുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഓരോ വഴികളിലും ആരോഹിയെ തിരിഞ്ഞു. ഒടുക്കവൾ ബസ് കാത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നതാണ് അവൻ കണ്ടത്. ബസ് സ്റ്റോപ്പിനോട് ചേർന്ന് തന്നെ അർജുൻ കാർ നിർത്തി. പതിയെ ഗ്ലാസ് താഴ്ത്തി മുഖമെത്തിച്ച് ആരോഹിയെ നോക്കി. അർജുനെ കണ്ടെങ്കിൽ പോലും ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാതെ എതിർദിശയിലേക്ക് മുഖം ചെരിച്ചു നിൽക്കുകയാണ് ആരോഹി. ആരോഹി, ഒന്ന് വണ്ടി കയറ്. ഓഫീസിലേക്ക് ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, എനിക്ക് ബസ്സിൽ പോകാൻ അറിയാം. അതിനുവേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. തൽക്കാലം മറ്റാരുടെ സഹായം എനിക്ക് വേണമെന്നില്ല. ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആളുകളുടെ മുൻപിൽ വെച്ച്
ആരോഹി അങ്ങനെ പറഞ്ഞപ്പോ അർജുനത് വലിയ അപമാനമായി. അതോടൊപ്പം ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നവരുടെ അടക്കിച്ചിരി കൂടിയായപ്പോൾ അവന്റെ നില തെറ്റി. അതെന്താടി, നിന്റെ മറ്റവന്റെ കാറ് മാത്രമേ നീ കയർത്തുള്ളോ? ഇടയ്ക്ക് നമ്മളെ കൂടി ഒന്ന് പരിഗണിക്ക്. ദേഷ്യം സഹിക്കവയ്യാതെ അർജുന്റെ വായിൽ നിന്നും അറിയാതെ വീണുപോയ വാക്കുകളായിരുന്നു അത്. പക്ഷെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആളുകളെല്ലാം അത് കേട്ടുവെന്ന് ആരോഹിക്ക് വ്യക്തമായി. അവർ ഒരുതരം അവജ്ഞയോടെ അവളെ നോക്കി. ആരോഹിയുടെ കണ്ണുകളിൽ കനലെറിഞ്ഞു. അർജുനെ ഭസ്മമാക്കാൻ പാകത്തിന്. ദേഷ്യത്തോടെ കാറുമെടുത്ത് അർജുൻ പാഞ്ഞുപോയി. ആരോഹിക്ക് വല്ലാത്ത ദേഷ്യവും വിഷമവും എല്ലാം തോന്നി. ഓഫീസിലേക്ക് പോകാൻ പോലും മടി തോന്നിപ്പോയി അവൾക്ക്. ഒരു വേള വീട്ടിലേക്ക് തിരിച്ചു പോയാലോന്ന് അവൾ ആലോചിച്ചു. അങ്ങനെങ്ങ് അർജുന്റെ മുമ്പിൽ പത്തിമടക്കുന്നത് ശരിയല്ലല്ലോ എന്ന ചിന്തയുടെ പുറത്ത് ബസ് സ്റ്റോപ്പിൽ തന്നെ നിന്നു. പതിവിനും താമസിച്ചായിരുന്നു അന്ന് ബസ് വന്നത്. നിറഞ്ഞൊഴുകാൻ പാകത്തിൻ കണ്ണുകളുമായി തനിക്ക് തൊട്ടടുത്ത് സീറ്റിലേക്കിരുന്ന ആരോഹിയെ നീലിമ സൂക്ഷിച്ചു നോക്കി. നിന്റെ മുഖം എന്തായാലും വല്ലാണ്ടിരിക്കുന്നേ, നീ കരഞ്ഞോ? നീലിമ ആരോഹിയെ കണ്ട മാത്രമേ തന്നെ ചോദിച്ചു. ഒരു നിമിഷം അവളോട് എന്തു മറുപടി പറയണമെന്നറിയാതെ ആരോഹി വിഷമിച്ചു. മറ്റൊന്നും കൊണ്ടല്ല, അർജുനുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കാനായി ഏറെ സമ്മർദ്ദം ചെലുത്തുന്ന ഒരാളാണ് നീലിമ. അവൾ തുടക്കം തൊട്ടേ പറയുമായിരുന്നു അർജുന്റെ ക്യാരക്ടറിനെ കുറിച്ച്. പക്ഷെ പ്രണയം തലയ്ക്ക് പിടിച്ച സമയമായതിനാൽ തന്നെ ആരോഹിക്ക് അന്ന് അതൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ആരോഹി ആലോചനയോടെ ഇരുന്നതും നീലിമ അവളുടെ കയ്യിൽ തട്ടി വിളിച്ചു. എന്തു പറ്റി ആരോഹി? ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? കേട്ടു. പിന്നെന്താ മറുപടി പറയാത്തെ? ഇനി നീലിമയോടൊന്നും മറച്ചു വെക്കാൻ കഴിയില്ലെന്ന് തോന്നിയപ്പോൾ ആരോഹി പതിയെ ഓരോരോ കാര്യങ്ങളായി പറഞ്ഞു. നീലിമയുടെ മുഖത്തെ ഭാവങ്ങൾ മാറി മറിഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അർജുൻ അത്ര നല്ല ആളൊന്നുമല്ലെന്ന്. ഇപ്പോ നിനക്ക് മുൻപിൽ വെളിവായിരിക്കുന്നത് അവന്റെ തനി സ്വഭാവമാണ്. പൊന്നുമോളെ, ഇനിയെങ്കിലും ഉള്ള ജീവനും കൊണ്ട് അവന്റെ ജീവിതത്തിൽ നിന്നോടി രക്ഷപ്പെടാൻ നോക്ക്. നീലിമ പറയും മുമ്പേ തന്നെ ആരോഗ്യ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങിയിരുന്നു. കുറച്ച് ദിവസങ്ങളായുള്ള അർജുന്റെ പെരുമാറ്റം തന്നെയാണ് അതിന്റെ പ്രധാന കാരണം. അർജുൻ തന്നിൽ നിന്ന് എന്തൊക്കെയോ ഒളിക്കുന്നു. തന്നെ മാത്രം മോശക്കാരിയാക്കുവാൻ എന്തൊക്കെയോ സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ആരോഹിക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എവിടെ വരെ പോകും അർജുന്റെ ഈ ഒളിച്ചുകളി എന്നറിയാൻ വേണ്ടി തന്നെ ഇരിക്കുകയായിരുന്നു ആരോഹി. ഓരോന്നൊക്കെ പറഞ്ഞും ചിന്തിച്ചു വരുന്ന് ഓഫീസ് എത്തിയത് ഇരുവരും അറിഞ്ഞില്ല. അകത്തേക്ക് കയറി പഞ്ച് ചെയ്ത് നീലിമയോട് യാത്ര പറഞ്ഞുകൊണ്ട് ആരോഹി അക്ഷതിന്റെ ക്യാബിൻ ലക്ഷ്യമാക്കി നടന്നു. പതിവിന് വിപരീതമായി അവളെ കാണുന്ന മാത്രയിൽ ഓരോ മുഖങ്ങളും വല്ലാത്തൊരു കുശുമ്പോടെ നോക്കുന്നത് ആരോഹിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. മറ്റൊന്നും കൊണ്ടായിരുന്നില്ലത്. ഇന്ന് പതിവിന് വിപരീതമായി മുടിയൊക്കെ അഴിച്ചിട്ട് സാരിയൊക്കെ ഉടുത്ത് അതീവ സുന്ദരിയായിട്ടാണ് ആരോഹിയുടെ വരവ്. അക്ഷതിന്റെ ക്യാബിനിലേക്ക് കയറുന്നതിന് തൊട്ടു മുൻപായിരുന്നു അനന്യ ആരോഹിക്ക് നേർക്ക് വന്നത്. ആരോഹിക്ക് പെട്ടെന്ന് അനന്യയെ കണ്ടതും ഇന്നലെ ക്യാബിനെ വെച്ച് അക്ഷിതുമായി ഉണ്ടായ സംസാരങ്ങളാണ് ഓർമ്മ വന്നത്. അനന്യയെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിക്കുവാൻ ആരോഹി ശ്രമിച്ചു. പക്ഷേ അക്ഷയുടെ ശ്രമിച്ചു. ആരോഹി അക്ഷയുടെ ക്യാബിൻ തുറക്കുവാൻ ഡോർ ഹാൻഡിൽ പിടിച്ച സമയത്താണ് അനന്യ അവളെ തടഞ്ഞ് അവിടെ നിർത്തിയത്. നീ നീ ആരാണെന്ന് നിന്റെ വിചാരം? നിന്റെ തൊലിവെളുപ്പും സൗന്ദര്യവും കാണിച്ച് എന്റെ ഏട്ടനെ മയക്കിയെടുക്കാന്ന് വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ പൊന്നുമോളെ, അതങ്ങ് വേണ്ടെന്ന് വെക്കുന്നതാ നിനക്ക് നല്ലത്. വെറുതെ എന്റെ കൈക്ക് പണിയുണ്ടാക്കരുത് കേട്ടോ. അത്രയും പറഞ്ഞ് ആരോഗ്യ ഒരു പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് അനന്യ മുന്നോട്ട് നടന്നുപോയി. ഇപ്പോ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന ഭാവത്തിൽ ആരോഹി നിന്നുപോയി. അതെ, എക്സ്ക്യൂസ് മീ, ഒന്നവിടെ നിന്നേ. സ്ലോ മോഷനിൽ മുന്നോട്ട് നടന്നു പോകുന്ന അനന്യയെ വിളിച്ച് അവിടെ നിർത്തി ആരോഹി. പിന്നെ പതിയെ അവൾക്ക് അടുത്തേക്ക് നടന്നു. താൻ എന്തൊക്കെയാ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. ഇനി നിനക്ക് ഞാൻ കൂടുതൽ മനസ്സിലാക്കി തരണോ? എന്റെ ഏട്ടനെയും കൊണ്ടുള്ള നിന്റെ കറക്കം അങ്ങ് അവസാനിപ്പിച്ചോന്നാണ് ഞാൻ പറഞ്ഞത്. അക്ഷിത് സാറിനെയാണോ താൻ ഉദ്ദേശിച്ചത്? ആ, അതെ. നിനക്കറിയില്ലെങ്കിൽ ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം. അത് എന്റെ സ്വന്തം ഏട്ടനാണ്. മാത്രമല്ല എന്റെ ബെസ്റ്റ് ഫ്രണ്ടുമായി വിവാഹം ഉറപ്പിച്ചു വച്ചിരിക്കുന്ന ആളുമാണ്. നോക്കുകുട്ടി, അനന്യ, അതാണ് എന്റെ പേര്. ആരോഹി അത്രയും പറഞ്ഞപ്പോഴേക്കും അനന്യ തന്റെ പേര് പറഞ്ഞു. ഓക്കെ, അനന്യ. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഞാൻ
തന്റെ ഏട്ടന്റെ PS ആണ്. PS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ ഏട്ടൻ, അതായത് കമ്പനിയുടെ CEO അക്ഷിത് മേനോൻ എവിടെ പോയാലും ഒപ്പം അവിടേക്കെല്ലാം പോകാനും അദ്ദേഹത്തിന്റെ ക്യാബിനിലിരുന്ന് ജോലി ചെയ്യാനും നിയോഗിക്കപ്പെട്ടവൾ. അതിനപ്പുറത്തേക്ക് തന്റെ ഏട്ടനുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് അനന്യ തെറ്റിദ്ധരിക്കപ്പെട്ടതാണെങ്കിൽ അതൊന്ന് തിരുത്തി തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അതല്ല, ഇതിൽ കൂടുതലായി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തനിക്ക് തന്റെ ഏട്ടനോട് നേരിട്ട് പറയാം, അല്ലാതെ എന്നോട് പറയാൻ നിൽക്കണ്ട. കേട്ടല്ലോ? അത്രയും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ ആരോഹി അക്ഷയുടെ ക്യാബിൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. ഏകദേശം 9:30 അക്ഷി ക്യാബിനിലേക്ക് വന്നത്. അവൻ സീറ്റിലേക്ക് വന്നിരുന്നത് കണ്ടതും ആരോഹി അവൾ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് അവനെ നോക്കി ഗുഡ് മോർണിംഗ് പറഞ്ഞു. വന്നപാടെ അക്ഷിതിന്റെ കണ്ണുകൾ നീണ്ടത് അവളുടെ കവിളുകളിലേക്കാണ്. ഇന്നലത്തെ അർജുന്റെ അടിയുടെ ബാക്കിപത്രമായി എന്തെങ്കിലും അവിടെ അവശേഷിച്ചിട്ടുണ്ടോന്നറിയാൻ. പക്ഷെ പതിവിലും സുന്ദരിയായി സന്തോഷത്തോടെ ഇരിക്കുന്ന ആരോഗ്യെ കാണുകെ അക്ഷിതിന്റെ ഉള്ളിൽ പലവിധ സംശയങ്ങൾ ഉദിച്ചു. തൽക്കാലം അവൻ അവളോടൊന്നും ചോദിക്കാൻ നിന്നില്ല. ആരോഹി സീറ്റിലേക്ക് ഇരുന്നു കൊണ്ട് തന്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പക്ഷെ അക്ഷിതിന് എത്ര ശ്രമിച്ചിട്ടും തന്റെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഇടയ്ക്കിടയ്ക്ക് അവന്റെ കണ്ണുകൾ ആരോഹിയിലേക്ക് നീണ്ടുകൊണ്ടേയിരുന്നു. മുടിയുടെ കുറച്ചു ഭാഗമെടുത്ത് തോളിലൂടെ ഇട്ടേക്കുകയാണ് ആരോഹി. അലങ്കാരം എന്ന് പറയാൻ നെറ്റിയിലെ വളരെ ചെറിയ ഒരു കുഞ്ഞി കറുത്ത പൊട്ടും ചുണ്ടിലെ നേർത്ത ലിപ്സ്റ്റിക്കും മാത്രം. കാതിൽ കിടക്കുന്നത് പോലും ഒരു വളരെ ചെറിയ മുട്ടുകമ്മൽ. ഒരു വേള അക്ഷി താടിക്ക് കൈകൊടുത്തുകൊണ്ട് തന്നെ അവളെ നോക്കി ഇരുന്നു പോയി. ഇടയ്ക്കെപ്പോഴോ ജോലി ചെയ്യുന്നതിനിടയിൽ ആരോഹിയുടെ ശ്രദ്ധ അക്ഷിതിലേക്ക് നീണ്ടപ്പോഴാണ് മതിമറന്ന് തന്നെ നോക്കിയിരിക്കുന്ന അക്ഷിതിനെ അവൾ കാണുന്നത്. അവൾ അത് ശ്രദ്ധിക്കാത്തതുപോലെ മുഖം സിസ്റ്റത്തിലേക്ക് തിരിച്ചു. അല്പനേരത്തിന് ശേഷം ഒരു ഫയലുമായി പക്ഷി ആരോഹിയുടെ ടേബിളിന് മുൻപിലിട്ട കസേരകളിൽ ഒന്നിൽ വന്നിരുന്നു. എന്താണ് സർ? ആരോഹി അക്ഷിതിനെ നോക്കി ചോദിച്ചു. ഈ ഫയല് കുറച്ച് ക്ലിയർ ആകാനുണ്ടല്ലോ. അക്ഷയ് ആരോഗ്യോട് സംസാരിക്കാനായി വെറുതെ ഒരു കാരണം ഉണ്ടാക്കിയതാണ്. ഫയൽ തരൂ, നോക്കട്ടെ. അവൾ അക്ഷിതിന്റെ കയ്യിൽ നിന്നും ഫയൽ വാങ്ങി തുറന്നു നോക്കി. അതിൽ ചേർത്തിരിക്കുന്ന ഓരോ ഡാറ്റയിലൂടെയും ആരോഹിയുടെ മിഴികൾ സഞ്ചരിച്ചു. ആ സമയം അത്രയും ആരോഹിയെ തന്നെ നോക്കി നിൽക്കുകയാണ് അക്ഷിത്. എന്തുകൊണ്ടാണ് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് മാത്രം പരിചയമുള്ള ഈ പെണ്ണിലേക്ക് താൻ ഇങ്ങനെ ഇത്രമാത്രം ആകൃഷ്ടനായിപ്പോയത്? അക്ഷിത് സ്വയം ഓർത്തു. ഇതിലെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ സർ. ആരോഹി കണ്ണു ചുരുക്കി അക്ഷിതിനെ നോക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ അബദ്ധം പിഴഞ്ഞതുപോലെ പെട്ടെന്ന് അവൻ ആ ഫയൽ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി. ആണല്ലേ, ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ ശ്രദ്ധിച്ചില്ല. അതും പറഞ്ഞുകൊണ്ടൊരു കള്ളച്ചിരിയോടെ പക്ഷി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയതും ആരോഹി പിന്നിൽ നിന്ന് വിളിച്ചു. സർ. എന്താ ആരോഹി? ഇന്നലെ ക്യാബിനിൽ വന്ന കുട്ടിയില്ലേ, സാറിന്റെ സിസ്റ്ററാണെന്ന് തോന്നുന്നു, അനന്യ. ആ കുട്ടി ഇന്നെന്നെ പുറത്തു വെച്ച് കണ്ടിരുന്നു. എന്നോട് കുറെ എന്തൊക്കെയോ പറഞ്ഞു. അവളുടെ ഏട്ടന്റെ കൂടെ കറങ്ങി നടക്കരുതെന്നോ, ഏട്ടൻ മറ്റേതോ പെൺകുട്ടിയുമായി വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നോ ഒക്കെ. സാർ സിസ്റ്ററോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ ഇവിടെ ജോലിക്കാണ് വരുന്നത്, അല്ലാതെ ആരുടെയും ബ്രദറിനെ വല വീശി പിടിക്കാനല്ല. കമ്പനി എനിക്ക് സാലറി തരുന്നുണ്ട്. സോ കമ്പനിക്ക് വേണ്ടി ഞാൻ ജോലി ചെയ്യുന്നു, അല്ലാതെ ഇവിടെയുള്ള ഒരു വ്യക്തികളുമായിട്ടും എനിക്ക് യാതൊരു പേഴ്സണൽ കമ്മിറ്റ്മെന്റ്സും ഇല്ല. പെട്ടെന്ന് ആരോഹിയുടെ വായിൽ നിന്ന് ആ വാക്കുകൾ കേട്ടതും ഇന്നലെ രാത്രി വീട്ടിൽ വെച്ചുണ്ടായ അനന്യയുമായിട്ടുള്ള സംഭാഷണങ്ങൾ അക്ഷിതിന് ഓർമ്മ വന്നു. സോറി ആരോഹി, എന്റെ സിസ്റ്ററിന്റെ ഭാഗത്തു നിന്ന് തനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. അത്രയും പറഞ്ഞുകൊണ്ട് കാറ്റുപോലെ അക്ഷതി ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് പോയപ്പോൾ കാര്യം എന്താണെന്ന് മനസ്സിലാവാതെ ആരോഹി ഇരുന്നു പോയി. തുടരും.